അടുത്തത് നമ്മൾ ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, +1 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ ലിമിറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡെറിവേറ്റീവ്സ് അതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലോണം ശ്രദ്ധിക്കുക. അതിനകത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ തിയറിയൊക്കെ ശരിക്കും നോക്കുക. അതിനകത്ത് മാർച്ച് 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യനാണ് ആ വർഷത്ത് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തത് ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് cos x ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അത് എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ വർഷം ഇമ്പ്രൂവ്മെൻറ്റും മാർച്ചിലെ എക്സാമുകൾക്കും എല്ലാ എക്സാമുകൾക്കും ചോദിക്കണതാണ്. ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എന്താ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ f' ഇതല്ലേ ഡെറിവേറ്റീവ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 f(x + h മൈനസ് f(x) ഡിവൈഡഡ് ബൈ h. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്സ്. നമുക്കിവിടെ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ഫംഗ്ഷൻ ഏതാണ്, cos x ആണ്. അപ്പോൾ നമുക്ക് പറയാം f(x + h) എന്ന് പറയുന്നത് അത് cos x + h ആണ്. ഓക്കെ അല്ലേ? കാരണം f(x) cos x ആണെങ്കിൽ f(x + h) എന്തായിരിക്കും, cos x + h ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ലിമിറ്റ് h ടെൻസ് ടു 0 sin x + h മൈനസ് sin x, സോറി cos അല്ലേ, cos x + h മൈനസ് cos x മൈനസ് cos x ഡിവൈഡഡ് ബൈ h. ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് h ടെൻസ് ടു 0. നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും റിസൾട്ടുകൾ. അറിയേണ്ട ആദ്യത്തെ റിസൾട്ട് cos c മൈനസ് cos d, ഈ ടൈപ്പ്. ഇതിൻ്റെ റിസൾട്ട് എന്താ വരിക, -2 sin c + d/2 sin c മൈനസ് d/2. ഈ റിസൾട്ട് യൂസ് ചെയ്യുക. ആ റിസൾട്ട് യൂസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക നോക്ക്, -2 sin c + d/2 sin c മൈനസ് d/2 all divided by h. ലിമിറ്റ് h ടെൻസ് ടു 0 -2 sin, ഇവിടെ എന്താ ഉള്ളത്, 2x + h/2, ബാക്കിയുള്ളത് sin x ക്യാൻസൽ ചെയ്താൽ sin h/2 ഡിവൈഡഡ് ബൈ h. ഇങ്ങനെയാണുള്ളത്. ഇനി നമ്മൾ ലിമിറ്റ്സിൽ പഠിച്ച റിസൾട്ട് ഉണ്ട്, എന്താ, ലിമിറ്റ് x ടെൻസ് ടു 0, ഇവിടെ h ടെൻസ് ടു 0 ആൻഡ് h ടെൻസ് ടു 0 sin h/h എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ഇവിടെ നമുക്കുള്ളത് h അല്ല h/2 ആണ്. അപ്പം ഞാൻ ഇവിടെ എന്ത് വരുത്തണം, ഡിനോമിനേറ്ററിൽ h/2 വരുത്തണം. അപ്പോൾ ഞാൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്ത് ഡിവൈഡും ചെയ്ത്. ഇപ്പം എന്തായി എന്നറിയോ, ലിമിറ്റ് h ടെൻസ് ടു 0 sin h/2 ബൈ h/2ൻ്റെ വാല്യൂ എന്തായി, 1 ആയി, നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ലിമിറ്റ് വെച്ചിട്ട്. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക എന്നറിയോ, ലിമിറ്റ് h ടെൻസ് ടു 0 -2 sin 2x + h/2 ഡിവൈഡഡ് ബൈ 2. ഈ 2 2 ക്യാൻസലായി. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, h = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആൻസർ എന്താവും, sin 2x + 0/2. അപ്പോൾ ആൻസർ -sin x. ഇതാണ് cos x-ൻ്റെ ഡെറിവേറ്റീവ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്, cos x-ൻ്റെ ഡെറിവേറ്റീവ് -sin x ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ റെഡിയായി. ഓക്കെ, ഞാൻ അടുത്ത ദിവസം നോക്കുക. അതിനകത്ത് അടുത്ത ദിവസം ഒന്ന് വായിച്ചു നോക്ക്. അതിനകത്തുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് അതിനടുത്ത് 2 പാർട്ടുണ്ട്. ആദ്യത്തെ ദി ഡെറിവേറ്റീവ് ഓഫ് f(x) = 1 + x + x² + x³ + etc. up to x⁻50 at x = 1. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരൊറ്റ മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. നമ്മൾ എന്ത് ചെയ്യടാ, ഈ റിസൾട്ട് അപ്ലൈ ചെയ്യും. ഡെറിവേറ്റീവ് ഓഫ് x⁻n എന്താ വരിക, n × x⁻n-1. ഇത് വെച്ചിട്ട് ഞാനിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ f'(x) = കോൺസ്റ്റൻ്റ് ആണ് 1, അതിൻ്റെ ഡെറിവേറ്റീവ് 0, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1,
എക്സ് സ്ക്വയറിൻ്റെത് 2x, എക്സ് ക്യൂബിൻ്റെ 3x², ഇങ്ങനെ പോയി ലാസ്റ്റ് ടേം 50x⁴9 വരെ വരും. ഇനി x = 1 കൊടുക്കുമ്പോൾ f'(1) = 1 + 2 + 3 + etc. up to 50 വരെ അല്ലേ വരിക. ഇതിന് നമുക്കൊരു ആൻസർ ഇല്ലേ? എന്താ 1 to n സം എന്താ കിട്ടുക? n × n + 1/2. അത് വെച്ച് കൊടുത്താൽ 50 × 51/2 ഇത് കട്ട് ചെയ്യും. അപ്പോൾ 25. അപ്പോൾ ആൻസർ എത്ര വരിക? 51 × 25. ഓക്കെ അല്ലേ? 5 25 2 10. അപ്പോൾ ആൻസർ എത്ര വരിക? 7 2 1 1275 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ ആണോ? അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിനകത്ത് കിട്ടാൻ പോകുന്നത്. റെഡി അല്ലേ? ഇനി അതിനകത്തൊരു പാർട്ടും കൂടെ ഉണ്ടല്ലോ, നോക്കുക എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. അടുത്ത പാർട്ട് ശ്രദ്ധിച്ചോ. ഫൈൻഡ് ലിമിറ്റ് x → 0 വേർ f(x) = ഫംഗ്ഷൻ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? mod x/x if x not equal to 0 if x is equal to 0. നമുക്ക് കാണേണ്ടത് ലിമിറ്റ് x → 0 f(x) ആണ്. അപ്പം ഞാൻ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെയാണ് കിട്ടുക? ലിമിറ്റ് x → 0 മൈനസ്, എടാ 0 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 0നേക്കാളും കുറച്ച് കുറവ് എന്നല്ലേ? 0നേക്കാളും കുറച്ച് കുറവില്ല. ഇത് ഏത് ഫംഗ്ഷനിൽ ഉപയോഗിക്കുക? ഇതായിരിക്കും ഉപയോഗിക്കുക. കാരണം എന്താ? എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് ഉപയോഗിക്കുള്ളൂ. 0നേക്കാളും കുറച്ച് കൂടിയാലും കുറഞ്ഞാലും നമ്മൾ ഉപയോഗിക്കാൻ പോണ ഫംഗ്ഷൻ ഇതാണ്. അപ്പം ഞാൻ ഇവിടെ എന്ത് എഴുതി? mod x/x എന്ന് എഴുതി. ഇനി അറിയേണ്ടത് +1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ +2 നമ്മൾ പഠിക്കുന്നുണ്ട്. mod എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് x ആണ്, എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് -x ആണ്. റെഡി അല്ലേ? ഈ റിസൾട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവാണ്. ഈ ഒരു കേസിൽ ഇവിടെ x → 0 മൈനസ് എന്നല്ല എഴുതിയത്. 0 മൈനസ് ചെയ്യാൻ പറഞ്ഞു. 0നേക്കാളും കുറച്ച് കുറവ്. 0നേക്കാളും കുറച്ച് കുറവ് എന്ന് പറയുമ്പോൾ ശരിക്കും എക്സിൻ്റെ വാല്യൂ 0നേക്കാളും കുറച്ച് കുറവ് എന്ന് പറയുമ്പോൾ ഈ എക്സ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ mod x-ൻ്റെ വാല്യൂ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? -x ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ -x/x ആൻസർ എന്ത് വരും? -1. ഇനി ഇതുപോലെ ഞാൻ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കിയാൽ ലിമിറ്റ് x → 0 പ്ലസ് mod x/x. 0 പ്ലസ് എന്ന് പറയുമ്പം 0നേക്കാളും കുറച്ച് കൂടുതൽ, അപ്പോൾ പോസിറ്റീവാണ്. അപ്പം ഞാൻ mod x-ൻ്റെ വാല്യൂ എന്ത് എടുക്കേണ്ടി വരും? x എടുക്കേണ്ടി വരും. അപ്പോൾ x/x എന്ത് വരും? 1. ഈ കേസിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ അല്ലല്ലോ. അങ്ങനെ ഈക്വൽ അല്ലെങ്കിൽ എനിക്കെന്ത് പറയാം? therefore ലിമിറ്റ് x → 0 f(x) ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതെന്ത് ചെയ്യൂല? എക്സിസ്റ്റ് ചെയ്യൂല. എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വരണം? LHലും RHലും ഈക്വലായിട്ട് വരണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇത് ശരിക്കും എത്ര മാർക്കിനുണ്ട്? 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ശ്രദ്ധിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്സ് എന്താണെന്നുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിനകത്ത് നിന്ന്. പിന്നുള്ളത് എന്താണ്? ഒരു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. അതും ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇംപ്രൂവ്മെൻറ്റ് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എ പാർട്ട് ലിമിറ്റ് x → 2 x⁻n - 2n ഡിവൈഡഡ് ബൈ x - 2 ഈക്വൽ ടു 80. ഇങ്ങനെയാണെങ്കിൽ n-ൻ്റെ വാല്യൂ ചോദിച്ചത്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന റിസൾട്ട് ഏതാണ്? ലിമിറ്റ് x → a x⁻n - a⁻n ഡിവൈഡഡ് ബൈ x - a വന്നാൽ അതിൻ്റെ ആൻസർ n × a⁻n - 1 ആണ്. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എഴുതിയ ക്വസ്റ്റ്യനകത്തുള്ളതിൽ n-ന് പകരം എന്താ? n തന്നെ. എക്ക് പകരം എന്താണ്? 2 ആണ്. 2⁻n - 1 = 80 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനകത്ത് n-ൻ്റെ വാല്യൂസ് ഒന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 80 അല്ലേ? അപ്പോൾ 80നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2ൻ്റെ പവറൊക്കെ വെച്ച് നോക്കിയാൽ n-ൻ്റെ വാല്യൂ 5 കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, അത് നമ്മൾ ഹിറ്റ് ആൻഡ് ട്രയൽ നമ്മൾ കൊടുത്തു നോക്കാൻ വേണ്ടി വരും. വേറെ വഴിയൊന്നുമില്ല. കാരണം എന്താ? 5 × 2⁵ - 1 2⁴ ഇത് എത്രയാണ് വരിക? 5 × 16 ഇതല്ലേ 80. അപ്പോൾ n-ൻ്റെ വാല്യൂ എത്രയാണ്? 5 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. n = 5. റെഡിയാണോ നോക്കട്ടോ. കഴിഞ്ഞവരടുത്ത് നോക്കുക. അതിനകത്തുള്ള ഒന്നാമത്തെ ക്വസ്റ്റിലുള്ള
ബി പാർട്ട് നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റിനകത്തുള്ള ബി പാർട്ട്, ദി വാല്യൂ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. എടാ ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 അല്ലേ? 1 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻസർ 0 ആണ്. എയും ബിയും രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യനാണ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അതിനകത്തുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു 3x മൈനസ് 1/x. നമ്മൾ ഏത് റിസൾട്ടാണ് യൂസ് ചെയ്യേണ്ടത്? NCERT-യിലുള്ള ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1/xൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഇവിടെ ക്വസ്റ്റിനകത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സിന് പകരം എന്താ ഉള്ളത്? 3x ആണ്. അപ്പോൾ താഴെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 3x വരുത്തേണ്ടി വരും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റടാ? ഒരു 3 കൊണ്ട് ഇവിടെ താഴത്ത് മൾട്ടിപ്ലൈയും ചെയ്യുക, മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുകൊണ്ട് എന്താ മെച്ചം? ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്തായിരിക്കും? 1 ആയിരിക്കും വരിക. ഓക്കെ ആണോ? അപ്പോൾ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്താം? 1 × 3 ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഓക്കെ ആണോ? യെസ്. അപ്പോൾ അതിനകത്ത് അതുമായി. ഇനി അതിനകത്തുള്ള ബി പാർട്ട് നോക്ക്. ബി പാർട്ട് നോക്ക്. എ പാർട്ട് ഓക്കെ ആയി. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. എടാ ഇങ്ങനെ ഡെറിവേറ്റീവ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. u/v ഓൾ ഡാഷ് വന്നാൽ താഴെ ഉള്ളതിൻ്റെ മുകളിലത്തേൻ്റെ ഡെറിവേറ്റീവ് മൈനസ് മുകളിലുള്ളതിൻ്റെ താഴത്തേൻ്റെ ഡെറിവേറ്റീവ് ബൈ താഴത്തേൻ്റെ സ്ക്വയർ. ഇങ്ങനെയാണത്. ഓക്കെ അല്ലേ? കോഷ്യൻ റൂള്. ഇത് വെച്ച് നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക നോക്കട്ടോ? dy/dx = താഴെ എന്താ ഉള്ളത്? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു മുകളിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് മൈനസ് മുകളിലുള്ള സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു താഴെയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ താഴത്തതിൻ്റെ സ്ക്വയർ എന്താ വരിക? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. ഇനി മുകളിലുള്ള നമ്മളൊന്നുകൊണ്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. എക്സ്പാൻഡ് ചെയ്ത് എന്താ വരിക? സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് കോസ് എക്സ് മൈനസ് ഇവിടെ എന്താ ഉണ്ടാവുക? സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, സൈൻ എക്സ് കോസ് എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് കോസ് എക്സ്. റെഡിയാണോ? അപ്പോൾ ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ടാവും? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. സൈൻ എക്സ് കോസ് എക്സും സൈൻ എക്സ് കോസ് എക്സും എന്താവും? കട്ടാവും. പിന്നെന്താ ഉള്ളത്? ഒരു സൈൻ എക്സ് കോസ് എക്സ്, ഈ സൈൻ എക്സ് കോസ് എക്സും കട്ടായി. ബാക്കി എന്താ ഉണ്ടാവുക? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1. ബാക്കിയുള്ളത് ഈ മൈനസ് ഇതും പ്ലസ് ആവും, ഇതും പ്ലസ് ആവും. അപ്പോൾ പിന്നെയും സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 വരും. ഡിവൈഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. ഇതായിരിക്കും ആൻസർ വരിക. 2 സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ. ഇതായിരിക്കും ഫൈനൽ ആൻസർ കിട്ടേണ്ടത്. റെഡിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് മൂന്നാമത്തെ പാർട്ട്, സി പാർട്ട്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്ക്. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് is equal to 2x വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും കൂടെ എഴുതുക. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ 2x പകരം എക്സ് പ്ലസ് എച്ച് എന്ന് കൊടുക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് is equal to ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ 2 × x പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് 2x ഡിവൈഡ് ബൈ എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2x പ്ലസ് 2h മൈനസ് 2x
ഡിവൈഡ് ബൈ എച്ച്. 2x കട്ടായി. ബാക്കിയുള്ളത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2h ബൈ എച്ച്. അപ്പോൾ എച്ചും കട്ട് ചെയ്ത ആൻസർ എന്താണ്? 2 ആയിരിക്കും ആൻസർ. റെഡി അല്ലേ? യെസ്. ഈ ഒരു ഇയറിൽ എത്ര മാർക്കിന് ചോദിച്ചെന്ന് നോക്കി 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. 6, 2, 8 മാർക്കിനുള്ള. അപ്പോൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത ദിവസം നോക്കാം. മാർച്ച് 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനകത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, കൺസിഡർ ദി ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഇതാണ് ഒറിജിനിൽ നിന്ന് ഇങ്ങനെ പോയി, ഇത് π/2 ആണ്. പൈ ഇങ്ങനെയാണ് ഫംഗ്ഷൻ വരുന്നത്. ഇത് ഏത് ഫംഗ്ഷൻ ആണെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 0 വരുന്ന ഫംഗ്ഷൻ ശരിക്കും സൈൻ എക്സ് ആണ്. കാരണം സൈൻ 0ൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ അല്ലേ? ഗ്രാഫുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാണത് ഏതിൻ്റെ ഫംഗ്ഷനാണ്, ഏതിൻ്റെ ഗ്രാഫാണ്? സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തേന് ആൻസർ എഫ് ഓഫ് എക്സ് ഈക്വൽ സൈൻ എക്സ്. അപ്പോൾ 1 മാർക്കുള്ള ക്വസ്റ്റ്യനായി. ഇനി അതിനകത്തുള്ള ബി പാർട്ട് നോക്ക്. ബി പാർട്ട് പറഞ്ഞാൽ യൂസിങ് എഫ് ഓഫ് എക്സ് ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എന്നാണത് കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് π/2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് π/2. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ്റെ വാല്യൂ കൊടുത്താൽ ക്വസ്റ്റൻ എന്തായി? ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 സൈൻ എക്സ് മൈനസ് എഫ് ഓഫ് π/2 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ π/2. അത് എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് π/2. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുക നോക്കുക. ഇനി നമ്മൾ ഇതിനകത്തുള്ളത് എക്സ് ടെൻസ് ടു π/2 അല്ലേ. ഞാൻ എക്സ് മൈനസ് π/2 എഴുതി. എന്ന് വെച്ചാൽ ഈ π/2 ലെഫ്റ്റ് സൈഡ് എടുത്ത പോലെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 0 ആയി പോകും. ഓക്കെ, ഇക്വേഷനിലൊക്കെ ചെയ്യണ പോലെ തന്നെ എക്സ് മൈനസ് π/2 ടെൻസ് ടു എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ എക്സ് മൈനസ് π/2ന് ഞാനൊരു y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എക്സ് സീക്വൽ π/2 പ്ലസ് y ആയിരിക്കും. π/2 പ്ലസ് y മാത്രമല്ല ഈ y ടെൻസ് ടു 0 ആയിരിക്കും. അങ്ങനെ y എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് π/2 അല്ലേ. അപ്പോൾ എക്സ് മൈനസ് π/2 ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ y ടെൻസ് ടു 0. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാവുമെന്നറിയോ? ഈക്വൽ ടു ലിമിറ്റ് എക്സ് മാറിയിട്ട് y ടെൻസ് ടു 0 സൈൻ π/2 പ്ലസ് y മൈനസ് 1 ഡിവൈഡഡ് ബൈ π/2 പ്ലസ് y മൈനസ് π/2 ഇങ്ങനെ കിട്ടും. ഇതും കട്ടായി. ബാക്കി എന്താ ഉള്ളത്? ലിമിറ്റ് y ടെൻസ് ടു 0 സൈൻ π/2 പ്ലസ് y എന്ന് പറഞ്ഞാൽ ശരിക്ക് അത് കോസ് y ആണ്. ഓക്കെ അല്ലേ? കോസ് y ആണ്. അപ്പോൾ അത് കോസ് y മൈനസ് 1 ഡിവൈഡ് ബൈ y എന്നായി. അപ്പോൾ നോക്കിക്കോ, ലിമിറ്റ് y ടെൻസ് ടു 0 മൈനസിനെ പുറത്തെടുത്താൽ 1 മൈനസ് കോസ് y ഡിവൈഡഡ് ബൈ y. ലിമിറ്റ് y ടെൻസ് ടു 0 മൈനസ് 1 മൈനസ് കോസ് y എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ y/2 ഡിവൈഡ് ബൈ y. ലിമിറ്റ് y ടെൻസ് ടു 0 മൈനസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ y/2നെ സൈൻ y/2 ഇൻറ്റു സൈൻ y/2 ഓൾ ഡിവൈഡ് ബൈ y എന്ന് എഴുതി. ഇനി ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഈ സൈൻ y/2 മുകളിലുള്ളതുകൊണ്ട് താഴെ ഒരു y/2 ഉണ്ടാക്കി ഒരു ഇൻറ്റു 2 ഇട്ട് കൊടുത്ത്. എന്തിനാ? ഇതിൻ്റെ വാല്യൂ 1 ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക എന്നറിയോ? ലിമിറ്റ് y ടെൻസ് ടു 0 2 കട്ടായാൽ മൈനസ് 1 ഇൻറ്റു സൈൻ y/2. ഇനി അവസാനം ഞാൻ വൈക്ക് 0 എന്ന് കൊടുത്താൽ ക്വസ്റ്റ്യൻ എന്തായി? മൈനസ് സൈൻ 0 എന്നായി. സൈൻ 0ൻ്റെ വാല്യൂ 0. അപ്പോൾ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും ഇതിൻ്റെത്. ക്ലിയർ ആണോ? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അത് കേട്ടോ. റെഡി? അടുത്തത് അതേ ഇയറിൽ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ യൂസിങ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താ വരിക? എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ് വെച്ചിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് ചെയ്യേണ്ടത്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ അത് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. ഇങ്ങനെ കിട്ടണം. ഇനി നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുക.
ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ പ്ലസ് 2hx പ്ലസ് എക്സ് സ്ക്വയർ. അതെന്താ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്തതാണ്. പിന്നെ ഒരു മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, താഴെ ഒരു എച്ച് ഉണ്ട്. എക്സ് സ്ക്വയർ കട്ടാവും. ബാക്കിയുള്ളത് എഴുതി നോക്കിയാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മുകളിലൊരു എച്ചിനെ പുറത്തെടുത്തൂടെ, ബാക്കി എന്താ ഉള്ളത് 2x പ്ലസ് എച്ച് ഡിവൈഡ് ബൈ എച്ചും കട്ട് ചെയ്ത് ബാക്കിയുള്ളത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2x പ്ലസ് എച്ച്. അവസാനം ഞാൻ എച്ചിനായിട്ട് 0 കൊടുത്താൽ 2x പ്ലസ് 0. അപ്പോൾ ആൻസർ എന്താ വരിക 2x. നിങ്ങൾക്കറിയാലോ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ ശരിക്കും 2h എന്നല്ലേ. യെസ്, അത് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്ത്. റെഡി അല്ലേ? ഇനി അതിൻ്റെ ബി പാർട്ട് നോക്കുക. ബി പാർട്ടിൽ y തന്നിട്ടുണ്ടെന്ന് dy/dx കാണാനാണ് പറഞ്ഞല്ലേ. യെസ്, ബി പാർട്ടിൽ കോഷ്യൻ റൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ളതാണ്. dy/dx ആണ് കാണേണ്ടത്. y തന്നിട്ടുണ്ട് x/1 പ്ലസ് ടാൻ എക്സ്. കോഷ്യൻ റൂൾ എന്താ നമ്മൾ ഒരു തവണ പറഞ്ഞു, ഇനി ഞാൻ പറയണില്ല, ഇനി ക്വസ്റ്റ്യൻ ചെയ്താൽ കേട്ടോ. താഴെയുള്ള ഫംഗ്ഷൻ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു മുകളിലത്തെ ഡെറിവേറ്റീവ് 1 മൈനസ് മുകളിൽ എക്സ് ഇൻറ്റു താഴത്തെ ഡെറിവേറ്റീവ് 1 0 പ്ലസ് ടാൻ എക്സിൻ്റെ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ താഴത്തെ സ്ക്വയർ എന്താ വരിക 1 പ്ലസ് ടാൻ എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ മുകളിലുള്ളത് 1 പ്ലസ് ടാൻ എക്സ് മൈനസ് എക്സ് സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഹോൾ സ്ക്വയർ. ക്ലിയർ ആണോ? അതിനൊന്നും ഒന്നും ചെയ്യേണ്ട, അവിടെ വെച്ചിട്ട് നിർത്തിയാൽ മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും മതി. ഇതാണെന്ത് അതിൻ്റെ ഡെറിവേറ്റീവ്. മറന്നു പോകരുത് കേട്ടോ. 2 ടൈപ്പ് റൂളാണ് നമുക്കുള്ളത്, ഒന്ന് കോഷ്യൻ റൂളും ഒന്ന് പ്രോഡക്റ്റ് റൂളും. ഓക്കെ അല്ലേ? പ്രോഡക്റ്റ് റൂൾ നമ്മൾ യൂസ് ചെയ്യൽ 2 മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ u ഇൻറ്റു വി വരുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ്. ഇനി കോഷ്യൻ റൂളുണ്ട്. നമ്മളൊരു തവണ നമ്മൾ പറഞ്ഞു കോഷ്യൻ റൂൾ യൂസ് ചെയ്യൽ ഡിവിഷൻ വരുമ്പോൾ u/v ഓൾ ഡാഷ് നമ്മളെന്താ പറയും താഴത്തെ ഇൻറ്റു മുകളിലത്തെ ഡെറിവേറ്റീവ് മൈനസ് മുകളിലത്തെ ഇൻറ്റു താഴത്തെ ഡെറിവേറ്റീവ് ബൈ താഴത്തെ സ്ക്വയർ. റെഡിയാണോ? ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യണത്. ഓക്കെ, ശരിക്കും നോക്കുക, റെഡിയാക്കുക കേട്ടോ. അടുത്ത ദിവസം നോക്കുക. അടുത്തത് ഇംപ്രൂവ്മെൻറ്റ് 2018. കൺസിഡർ ദി റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ തന്നിട്ടുള്ള എന്താ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x-3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6. എന്നിട്ട് ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ളത് ഡൊമെയിൻ ഓഫ് എഫ് ഓഫ് എക്സ്. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇവിടെയുള്ള ഈ ഡിനോമിനേറ്റർ ഒരിക്കലും എന്താൻ പാടില്ല 0 ആവാൻ പാടില്ല. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഇസ് ഈക്വൽ ടു 0 ഇട്ട് എന്നിട്ട് സോൾവ് ചെയ്യാൻ പോവുക. എ ഇസ് ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ ടു -1, സി ഈക്വൽ ടു -6. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. സോൾവ് ചെയ്യാൻ നമുക്ക് എന്താ കിട്ടുക -b എന്ന് പറയുമ്പോൾ 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞാൽ -6 ഡിവൈഡ് ബൈ 2a 2 ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25/2 1 പ്ലസ് ഓർ മൈനസ് 5/2. അപ്പോൾ എന്തൊക്കെയാണ് വരിക 1 പ്ലസ് 5/2 3ഉം 1 മൈനസ് 5/2 -2 ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് പറയാം ഡൊമെയിൻ എന്ന് പറയുന്നത് എല്ലാ റിയൽ നമ്പറും പറ്റും, പക്ഷേ ഏത് പറ്റൂല 3ഉം -2ഉം പറ്റൂല. ഇതായിരിക്കും എൻ്റെ ഡൊമെയിൻ. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് എക്സ് സ്ക്വയർ ബൈ എക്സ് ആണെങ്കിൽ നമ്മൾ പറയും ഡിനോമിനേറ്റർ എന്താകാൻ പാടില്ല 0 ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഏതും റിയൽ നമ്പർ മൈനസ് സെറ്റ് 0 ആണെന്ത് ഇതിൻ്റെ ഡൊമെയിൻ ഓഫ് ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനകത്ത് 3ഉം -2ഉം വരുമ്പം ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ 3ഉം -2 എന്ത് റിയൽ നമ്പർ എന്ന് ഒഴിവാക്കി ബാക്കി എല്ലാ റിയൽ നമ്പറുമാണ് നമ്മൾ എടുക്കുക. അതാണെന്ത് ഡൊമെയിൻ ഓഫ് എഫ് ഓഫ് എക്സ്. റെഡി അല്ലേ? നമ്മൾ അടുത്ത പാർട്ടിലോട്ട് പോവാം. അടുത്ത പാർട്ടിൽ എന്താ ചോദിച്ചത് നോക്ക്. 3ഉം -2 ആണ് നമുക്ക് പറ്റാത്തത്. ഓക്കെ, അടുത്ത ചോദിച്ചത് ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ആണ്.
അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6. നമ്മളിപ്പോൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് ഈക്വൽ ടു 3ഉം -2 അല്ലേ. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാറോ, ഡിനോമിനേറ്ററിനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റാം. ഫാക്ടർ ആക്കുമ്പോൾ താഴെ ഉണ്ടാവും 1, 2 റൂട്ടല്ലേ കിട്ടിയ 3ഉം -2ഉം, എക്സ് മൈനസ് ആദ്യത്തെ റൂട്ട് ഇൻറ്റു എക്സ് മൈനസ് രണ്ടാമത്തെ റൂട്ട്. അപ്പോൾ അതിനകത്ത് എന്ത് കട്ടായി പോവും, എക്സ് മൈനസ് 3 കട്ടാവും. ബാക്കിയുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 1/x+2 എന്നാണ്. അവസാനം എന്ത് ചെയ്യും, എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 1/3+2 1/5 ആയിരിക്കും ആൻസർ കിട്ടുക. റെഡി അല്ലേ നോക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 മാർക്ക് 1 മാർക്ക് 3 മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതേ ഇയറിൽ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഫസ്റ്റത്തെ പാർട്ട്, ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എക്സ്. ഇത് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. പ്രോഡക്റ്റ് റൂൾ നമ്മളൊരു തവണ പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റ് റൂൾ 2 ഫംഗ്ഷൻ വന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കിട്ടാൻ ആദ്യത്തേത് ഇൻറ്റു രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ആദ്യത്തേൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു രണ്ടാമത്തത്. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സൈൻ എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, കോസ് എക്സ് പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു സൈൻ എക്സ്. പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട്. ഓക്കെ അല്ലേ. അടുത്തത്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ y is equal to റൂട്ട് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിളാണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് കാണണം, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചും കൂടെ കാണണം. എക്സിലോടത്ത് എക്സ് പ്ലസ് എച്ച് കൊടുക്കുക, അപ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് വരും. ക്ലിയർ അല്ലേ. നമുക്ക് കിട്ടേണ്ട എന്താ, ഡെറിവേറ്റീവ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് കൊടുത്തു നോക്കുക വാല്യൂസ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ എച്ച്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, റൂട്ടുള്ള ടൈപ്പ് വരുമ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് എക്സ് ഇൻറ്റു ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് ആണ്. ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിലും വേണം, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. എന്താ ചെയ്തതെന്ന് നോക്കിയേ, ഇതിൻ്റെ ഇത് ക്വസ്റ്റ്യനിലുള്ളതാണ്. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുക്കള ഈ മൈനസ് പ്ലസ് ആക്കിയത്, അതുകൊണ്ട് ഞാൻ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് താഴെ മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ എന്താ വരിക മുകളിൽ, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് എക്സിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ താഴെ മാറ്റമൊന്നുമില്ല, എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. ഇപ്പോൾ മുകളിൽ എന്തായെന്നറിയോ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. ഇവിടെ എക്സ് എക്സ് കട്ടാവും. ബാക്കിയുള്ളത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. എച്ച് എച്ച് കട്ടായി. ബാക്കിയുള്ളത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ റൂട്ട് ഓഫ് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. അതിൽ ഞാൻ എച്ചിന് എന്ത് കൊടുക്കും, 0 എന്ന് കൊടുക്കും. അപ്പോൾ ആൻസർ എന്താ കിട്ടുക, റൂട്ട് ഓഫ് എക്സ് പ്ലസ് 0 പ്ലസ് റൂട്ട് എക്സ്. ആൻസർ 1/2 റൂട്ട് എക്സ്. ഇതാണ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്, 1/2 റൂട്ട് എക്സ്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഓക്കെയാണ്. 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. റെഡി ആണോ ചെക്ക് ചെയ്യും. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കൂടുതൽ ക്വസ്റ്റ്യൻ ഉള്ളത് അതിൽ തന്നെയാണ്. അടുത്തത് മാർച്ച് 2018 ക്വസ്റ്റ്യൻ. അതിനകത്ത് ആദ്യത്തത് നോക്കിക്കോ. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് നോക്ക്. ഇതിനകത്ത് ഇങ്ങനെയുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ബോക്സ് എക്സ്. ഇങ്ങനെ കണ്ട ഇതെന്താ സംഭവം, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനിൽ ഇപ്പം ഞാൻ 2.5 കൊടുത്ത വാല്യൂ എത്രയാണ് വരിക, 2 അല്ലേ വരിക. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇൻറ്റീജറാണ് വരിക.
ഇപ്പോൾ 3.9 കൊടുത്താൽ ആൻസർ എത്ര വരിക? 3 ആ വരിക. 1.7 കൊടുത്താൽ എത്രയാ? 1 ആ വരിക. 1.9 കൊടുത്താൽ എത്ര വരിക? 1 ആ വരിക. റെഡി അല്ലേ? ഇവിടെ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 ആണ് വേണ്ടത്. അപ്പം ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് ബോക്സ് എക്സ്. ബോക്സ് എക്സിൽ 2 മൈനസ് വരിക എന്ന് പറഞ്ഞാൽ എന്താ? 2ൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ എന്നാ 2നേക്കാളും കുറച്ച് കുറവ്. 2നേക്കാളും കുറച്ച് കുറവ് എന്ന് പറയുമ്പോൾ നമ്പർ 1.9999 അങ്ങനത്തെ ഒരു നമ്പർ ആയിരിക്കൂലേ? അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും കിട്ടുക. 2നേക്കാളും കുറഞ്ഞാൽ പിന്നെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ അതായത് 1 ആ വരിക. ഇനി ആ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കിയാലോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് ബോക്സ് എക്സ്. അതിനകത്ത് കൊടുത്താൽ നിങ്ങൾക്ക് 2ൻ്റെ തൊട്ട് മുകളിലുള്ള 2.00001 ഒക്കെ പോലെ. അപ്പോൾ 2 ആയിരിക്കും എന്ത് വരിക? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ദെർഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതായിരിക്കും ആൻസർ. അതിനകത്ത് നോക്ക്. യെസ്, അതിനകത്ത് ഉണ്ട് ഒരു ഓപ്ഷൻ അല്ലേ? ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതായിരിക്കും ആൻസർ കിട്ടുക. റെഡി എല്ലാം ചെക്ക് ചെയ്യും. ഇനി അതിൽ അടുത്ത പാർട്ട് നോക്ക്. 7ാമത്തെ ക്വസ്റ്റ്യനിലുള്ള ബി പാർട്ട് നോക്ക്. ബി പാർട്ടിനകത്ത് എന്താ ക്വസ്റ്റ്യൻ? ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 4x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 4. ഓക്കെ, നിങ്ങളിതിനകത്ത് ഡയറക്റ്റായിട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ക്യൂബ് മൈനസ് 4 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ മൈനസ് 4. 8 മൈനസ് 16 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 4 മൈനസ് 4. ആൻസർ 0/0 എന്നുള്ള ഫോർമാറ്റിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടില്ല. പിന്നെ എങ്ങനെ ചെയ്യാം? അതിന് നമുക്കുള്ള വഴി ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഫാക്ടറൈസ് ചെയ്യാൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മുകളിൽ നിന്ന് എക്സിനെ പുറത്തെടുത്താൽ പിന്നെന്താ ഉണ്ടാവുക? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 എന്നായിരിക്കും വരിക. ഡിവൈഡ് ബൈ താഴെ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതിക്കോ. അപ്പോൾ മുകളിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 എക്സ് ഇൻറ്റു ഇത് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ആണ് അല്ലേ? ഇതിനൊന്ന് a മൈനസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്ക്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. റെഡി അല്ലേ? യെസ്. താഴെയുള്ളത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഒരു എക്സ് മൈനസ് 2 കട്ട് ചെയ്യും. ബാക്കിയുള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 എന്നാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? എക്സിന് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ഇൻറ്റു 2 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2. 2 ഇൻറ്റു 0/4. അപ്പോൾ ആൻസർ എന്തായി പോവും? 0 വരും. ക്ലിയർ അല്ലേ? ഇതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. ലിമിറ്റിൻ്റെ വാല്യൂ 0 ആണ്. ഇനി അതിനകത്തുള്ള അടുത്തത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത് 8ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് y is equal to sin x ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുക, ഇത് എഫ് ഓഫ് എക്സ് ആണ് കേട്ടോ. തന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആക്കി എടുക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരേണ്ടത്? കോസ് എക്സ് അല്ല വരേണ്ടത്. നോക്കുക എങ്ങനെയാണ് കിട്ടുകയെന്ന്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താ കിട്ടുക? സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച്. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് വരേണ്ടത്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താ എഴുതിയത്? സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇത് സൈൻ സി മൈനസ് സൈൻ ഡി ആണ്. സൈൻ സി മൈനസ് സൈൻ ഡി is equal to എന്താ ആൻസർ വരിക? 2 cos സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2 ആണ്. ഇത് വെച്ച് ഇവിടെ ചെയ്ത് നോക്കുക. അപ്പോൾ 2 cos സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2 ഡിവൈഡഡ് ബൈ എച്ച്. ഇതുപോലെ കോസിൻ്റെ നമ്മളൊരു തവണ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ് ചെയ്യുക. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 cos 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ എച്ച് ബൈ 2
ഡിവൈഡഡ് ബൈ എച്ച്. ഇനി നമ്മൾ പഠിച്ച റിസൾട്ട് ഉണ്ട്, ട്രിഗ്നോമെട്രിക് ലിമിറ്റ് എന്നും പറഞ്ഞിട്ട് നമ്മൾ പഠിച്ച റിസൾട്ടാണ് ഇത്. ലിമിറ്റ് ഇവിടെ എച്ച് അല്ല, അതുകൊണ്ട് ഞാൻ എച്ചിൻ്റെ ടേംസിൽ എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് 1 ആണ്. ഇവിടെ എച്ച് വരുമ്പോൾ ഇവിടെ എച്ച് വരണം. റെഡി അല്ലേ? നമുക്കിവിടെ ഉള്ളത് എച്ച് അല്ല, എച്ച് ബൈ 2 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ എച്ച് ബൈ 2 വേണ്ടി വരും. അപ്പോൾ ഇവിടെ എച്ച് ബൈ 2 ആയതുകൊണ്ട് ഇവിടെ ഞാൻ എച്ച് ബൈ 2 ഉണ്ടാക്കി, അതിനെ ക്യാൻസൽ ചെയ്യാൻ ഒരു 2 കൂടെ ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2ൻ്റെ വാല്യൂ എന്തായി? 1 ആയി. ബാക്കിയുള്ളത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 cos 2x പ്ലസ് എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ 2 ക്യാൻസൽ ആയില്ലേ? ബാക്കിയുള്ളത് എഴുതിയാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 cos 2x പ്ലസ് എച്ച് ബൈ 2. അതിനകത്ത് എച്ചിന് എന്ത് കൊടുക്കും? 0 എന്ന് കൊടുക്കും. എച്ച് is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ cos 2x പ്ലസ് 0 ബൈ 2. ആൻസർ എന്തായി? cos x. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ വരിക? cos x ആയിരിക്കും വരിക. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ സൈൻ എക്സിൻ്റെയും ചെയ്തു, കോസ് എക്സിൻ്റെയും ചെയ്തു. ഏറ്റവും കൂടുതൽ വരാറുള്ളത് ഈ സൈൻ എക്സിൻ്റെതും കോസ് എക്സിൻ്റെതും തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അതെന്ത് ചെയ്യുക? നല്ലോണം പഠിച്ചു വെക്കുക. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ് വരേണ്ടത്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സും ആണ് വരേണ്ടത്. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ഇതിനകത്ത്. ഓക്കെ, അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ആ ഇയറിൽ നോക്കിയ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് ഈ മാർച്ച് 2018. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അടുത്ത് നോക്കുക. ഫൈൻഡ് ഡി ബൈ ഡി എക്സ് ഇഫ് y is equal to x raised to 5 minus cos x divided by sin x. നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. കോഷ്യൻ റൂള് താഴത്തെ സൈൻ എക്സ് ഇൻറ്റു മുകളിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു 5ൻ്റെത് 5x raised to 4 മൈനസ് കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ്, അത് പ്ലസ് ആയി, മൈനസ് മുകളിലത്തെ ഇൻറ്റു താഴത്തെ ഡെറിവേറ്റീവ് എന്താ പറയുക? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ താഴത്തെ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ്. മുകളിൽ എന്ത് വരും? 5x raised to 4 സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് എക്സ് റൈസ് ടു 5 കോസ് എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഇതിലൊരു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഉണ്ട്, അതിൻ്റെ വാല്യൂ എന്തായി? 1 ആയി. അപ്പോൾ ആൻസർ 5x raised to 4 സൈൻ എക്സ് മൈനസ് എക്സ് റൈസ് ടു 5 കോസ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. അതിനുണ്ട് 3 മാർക്ക് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഫൈനൽ ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യുക കേട്ടോ. സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം എല്ലാവരും, എന്നാലേ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, റെഡി. അടുത്തത് ഇംപ്രൂവ്മെൻറ്റ് 2017. ഓക്കെ, അതിനകത്തുള്ള 9ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ 6 മാർക്കിനുള്ളതുണ്ട്, ചെക്ക് ചെയ്ത് നോക്ക്. ഫസ്റ്റത്തെ ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 2. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിലെ ക്വസ്റ്റ്യൻസ് ആണിത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിന് ഡയറക്റ്റ് ആയിട്ട് എക്സ് ടെൻസ് ടു 2 അല്ല, അപ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 സ്ക്വയർ മൈനസ് 2 4 മൈനസ് 2. ആൻസർ എത്രയാ? 2 ആയിരിക്കും. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അടുത്ത നോക്കുക, ബി പാർട്ട്. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് 1/x ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ്ട് 1/xൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് നോക്കുക. എന്താ വരിക? എക്സ് ഉള്ളിടത്ത് എക്സ് പ്ലസ് എച്ച് കൊടുക്കുക. 1/x പ്ലസ് എച്ച്. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/x പ്ലസ് എച്ച് മൈനസ് 1/x ഡിവൈഡഡ് ബൈ എച്ച്. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. പിന്നെ ഡിനോമിനേറ്ററിൽ ഒരു എച്ചും കൂടെ ഉണ്ട്. എന്താ ഇവിടെ ഒരു എച്ച് ഇല്ലേ? ഈ ഒരു എച്ചും കൂടെ ഉണ്ടാവും കേട്ടോ. ബാക്കി എന്താ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. ഈ എക്സും എക്സും കട്ടാവും. ബാക്കിയുള്ളത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എച്ച് ബൈ എച്ച് ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. എച്ചും കട്ടാവും. ബാക്കിയുള്ളത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് 1/x ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. അപ്പോൾ എന്താവും? നമ്മൾ അവസാനം എച്ചിൻ്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മൈനസ് 1/x ഇൻറ്റു എക്സ് പ്ലസ് 0. അപ്പോൾ ആൻസർ എന്താ? -1/x².
ഇതാണ് 1/xൻ്റെ ഡെറിവേറ്റീവ്. ക്ലിയർ അല്ലേ? യെസ്, 3 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെറിവേറ്റീവ്സ് വെച്ചിട്ട് ക്ലിയർ ആവുന്നിരിക്കണം. ഇനി അടുത്ത് നോക്കുക, അതിനകത്ത് ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നുള്ളത് അല്ലേ. നോക്കിക്കോ, അതിനകത്തുള്ള സി പാർട്ട് ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് സൈൻ എക്സ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സൈൻ എക്സ്. അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു സൈൻ എക്സ്. ഇതായിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ ആണോ? 2 മാർക്കുണ്ട് അതിന് കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, ബേസിക് പ്രോഡക്റ്റ് റൂൾ. റെഡി ആണല്ലോ? ഇനി ആ വർഷത്തിൽ തന്നെ നോണ്ട നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എന്തുകൂടെ ഉണ്ട്, ഒരു ഓർ പാർട്ടും കൂടെ ഉണ്ട്, ഓർ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് കണ്ടോ, ഓർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കുക. ഫസ്റ്റത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് 1 ഓൾ റൈസ് ടു 5 മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ്. ഇങ്ങനെയാണുള്ളത്. നമുക്കിവിടെ എക്സ് പ്ലസ് 1 ആണുള്ളത് അല്ലേ. നമുക്കിവിടെ ഉള്ളത് എക്സ് ടെൻസ് ടു 0 എന്നാണ്. ഞാൻ എന്ത് ചെയ്തു, എക്സ് പ്ലസ് 1 ആക്കി. അപ്പോൾ റൈറ്റ് സൈഡിലും 1 ഇട്ട് കൊടുത്താൽ 0 + 1. അപ്പോൾ എക്സ് പ്ലസ് 1 ടെൻസ് ടു 1 ആയിക്കോളും. ലെഫ്റ്റിലും റൈറ്റിലും ഓരോ 1 ആഡ് ചെയ്ത പോലെ കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ആ എക്സ് പ്ലസ് 1-ന് ഞാൻ എന്ത് കൊടുത്തു, വൈ എന്ന് കൊടുത്തു. അപ്പോൾ എക്സ് എന്താവും, വൈ മൈനസ് 1 ആവും. റെഡിയാണോ? വൈ ടെൻസ് ടു 1 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ മാറുമെന്നറിയോ, ലിമിറ്റ് എക്സ് ഉള്ളിടത്ത് ഞാൻ വൈ എന്ന് കൊടുത്തു. അപ്പോൾ വൈ ടെൻസ് ടു 1. എക്സ് പ്ലസ് 1-ന് ഞാൻ വൈ എന്ന് കൊടുത്തു. വൈ റൈസ് ടു 5 മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് ഉള്ളിടത്ത് ഞാൻ വൈ മൈനസ് 1 എന്ന് കണ്ടോ. എക്സ് ഉള്ളിടത്ത് വൈ മൈനസ് 1 കൊടുക്കണം, എക്സ് പ്ലസ് 1 ഉള്ളിടത്ത് ഞാൻ വൈയും കൊടുക്കണം. റെഡി ആവുമല്ലോ? അപ്പോൾ ഇതിനെ ഈ ഫോർമാറ്റിൽ എഴുതാം. ലിമിറ്റ് വൈ ടെൻസ് ടു 1 വൈ റൈസ് ടു 5 മൈനസ് 1 റൈസ് ടു 5 ഡിവൈഡ് ബൈ വൈ മൈനസ് 1. അപ്പോൾ ഇത് ഏതാ ആൻസർ? സ്റ്റാൻഡേർഡ് ലിമിറ്റ് അല്ല, ആൾജിബ്രേക്ക് ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ഡിവൈഡ് ബൈ എക്സ് മൈനസ് എൻ്റെ ആൻസർ വരിക n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1 ആണ്. ഇതുപയോഗിച്ചിട്ട് ഇവിടെ എക്സിന് പകരം വൈ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്താ വരിക, n ഇൻറ്റു എന്നിന് പകരം ഇവിടെ എത്രയുള്ള 5 ആള് 1 റൈസ് ടു n മൈനസ് 1 n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. അപ്പോൾ ആൻസർ എത്രയാണ് വരിക, 5 ആയിരിക്കും കിട്ടുക. റെഡി അല്ലേ? നോക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആയി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി അതിൽ അടുത്ത് നോക്കുക. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഫ്രം ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമ്മൾ ചെയ്തതല്ലേ, ഓൾറെഡി ചെയ്താൽ ഫസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. ഇനി എന്താ ഉള്ളത് അതിലെ സി പാർട്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു n. ആൻസർ എന്താ വരിക, n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. അതിനകത്ത് എന്ത് ചെയ്യേണ്ട, അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന റിസൾട്ട് നേരെ അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. എക്സ് റൈസ് ടു എൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. റെഡി അല്ലേ? അടുത്ത് നോക്കുക. അടുത്തത് മാർച്ച് 2017. ഓക്കെ, അതിനകത്തുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ എക്സ്. ഇങ്ങനെയാണുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നവരോ, നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ടുകളൊന്ന്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 വരുമ്പം ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ്. ഇവിടെ എക്സ് വരും, ഇവിടെ എക്സ് ആവുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഇതിനെ നോക്കുമ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇവിടെ ഇപ്പോൾ ഇ റൈസ് ടു സൈൻ എക്സ് അല്ലേ ഉള്ളത്. അപ്പോൾ താഴെയും സൈൻ എക്സ് വേണ്ടി വരും. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ ഞാനൊരു സൈൻ എക്സ് ഇടണം. പിന്നെ ഓൾറെഡി താഴത്തൊരു എക്സ് ഉണ്ടല്ലോ. ഇതാണ് ക്വസ്റ്റ്യനിലുള്ളത്, ഇതും ഇതും. ഈ സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഞാൻ ചെയ്തതാണ്. ഓക്കെ അല്ലേ? ഇനി ഒരു റിസൾട്ടും കൂടെ ഉണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. അതിൻ്റെ വാല്യൂ എത്ര തന്നെയാണ്, 1 തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ വാല്യൂ 1 ആണ്, ഇതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ 1 ഇൻറ്റു 1 എന്തായിരിക്കും, 1 ആയിരിക്കും കിട്ടുക. റെഡി അല്ലേ? യെസ്, ഇതാണ് ആൻസർ വരിക. 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അടുത്ത നോക്ക്. അതിലെ ബി പാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ടൈപ്പാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ്. ഇങ്ങനെ റൂട്ട് വരുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ, കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 1ൻ്റെ കോൺജുഗേറ്റ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. അതുകൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. റൂട്ട് 1 പ്ലസ് എക്സ് പ്ലസ് 1.
മുകളിലുള്ള നോക്കിയേ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് ഇതിൻ്റെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈ രീതിയിൽ. താഴെ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + x + 1. മുകളിലത്തെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് 1 + x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 + x മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് 1 + x + 1. ഈ 1 1 കട്ടാവും. ബാക്കിയുള്ള ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + x + 1. എക്സ് എക്സും കട്ടായി. അപ്പോൾ എന്തായി ആൻസർ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 ബൈ റൂട്ട് 1 + x + 1. ഇതിനകത്ത് ലാസ്റ്റ് എന്ത് കൊടുക്കും? എക്സിന് 0 കൊടുക്കും. 1 ബൈ റൂട്ട് 1 + 0 + 1 1 ബൈ 1 + 1 1 ബൈ 2 എന്ന് വരും ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഓക്കെ. 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നത്. അടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഫൈൻഡ് ദി ഡെറിവേറ്റീവ് f of x = sin x ബൈ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പൾ നമ്മൾ ചെയ്തതാണ്. ടോട്ടൽ 6 മാർക്കിനുള്ള ക്വസ്റ്റൻ ആണ് ഇതിലുള്ളത് കേട്ടോ. റെഡി? അടുത്ത നോക്ക് 11ാമത്തെ ക്വസ്റ്റൻ ഇംപ്രൂവ്മെൻറ്റ് 2016. അതിനകത്ത് ആദ്യം ചോദിച്ച് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ആണ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ട് സീക്ക് സ്ക്വയർ എക്സ് ആണ്. ഓക്കെ അല്ലേ? 1 മാർക്കിൻ്റെ ക്വസ്റ്റനാണ് ഡയറക്റ്റ് ചെയ്ത. അടുത്ത് അതിലെ ബി പാർട്ട് നോക്ക്. ബി പാർട്ട് വരുന്നത് കമ്പ്യൂട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e⁻³ x - 1/x ആണ്. നമ്മൾ കുറച്ച് നേരത്തെ എഴുതി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e⁻³ x വരുമ്പോൾ താഴെ 3x വരണ്ടേ. അപ്പോൾ ഞാൻ 3നെ ക്യാൻസൽ ചെയ്യണം. ഈ 3യും 3യും ഞാൻ ഇട്ടതാ. ഇതിന് ആൻസർ എന്താവും? 1 ആവും. അപ്പോൾ ആൻസർ 1 × 3 3 ആയിരിക്കും കിട്ടുക. 2 മാർക്കുണ്ട് അതിന്. അടുത്ത യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് നമ്മൾ ചെയ്തതാണ് ഓൾറെഡി. 3 മാർക്കിന് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അതിനകത്തൊരു ഓർ ക്വസ്റ്റനും കൂടെ ഉണ്ട്. ആ ഓർ ക്വസ്റ്റൻ നിങ്ങൾ നോക്കിക്കോ. ഓർ ക്വസ്റ്റൻ എന്താ ഉള്ളതെന്ന് ശരിക്കും വായിച്ചോട്ടോ. ഫസ്റ്റ് പറഞ്ഞ ഡെറിവേറ്റീവ് ഓഫ് d/dx ഓഫ് 9 + sin x. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. 9ൻ്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ 0. sin x-ൻ്റെത് കോസ് എക്സ്. അപ്പോൾ ആൻസർ എന്താ വരിക? കോസ് എക്സ് ആയിരിക്കും വരിക. ഓക്കെ, 1 മാർക്കിനുള്ളത്. അടുത്ത് ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin ax ബൈ sin bx. നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് 0 sin x / x ആണ് 1. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണം എന്നറിയോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin ax-ൻ്റെ താഴെ ax വരണം. അതിനെ ക്യാൻസൽ ചെയ്യാൻ ഒരു ax 2 വരും. sin bx-ൻ്റെ താഴെ bx വരണം. അതിനെ ക്യാൻസൽ ചെയ്യാൻ ഒരു bx ഇടണം. ഇതിൻ്റെ വാല്യൂ 1 ആവും. ഇതിൻ്റെ വാല്യൂ 1 ആവും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ax ബൈ bx. എക്സ് എക്സും ക്യാൻസൽ ചെയ്ത ആൻസർ എന്തായി? a/b. 2 മാർക്കിൻ്റെ ക്വസ്റ്റനാണ്. റെഡി അല്ലേ? അടുത്ത് ഫൈൻഡ് d/dx ഇഫ് y = 4 + 5 sin x ബൈ 3 + 7 cos x. കോഷ്യൻ റൂൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റനാണിത്. dy/dx = താഴത്തുള്ളത് 3 + 7 cos x ഇൻറ്റു മുകളിലത്തേൻ്റെ ഡെറിവേറ്റീവ് 4ൻ്റെത് 0 + 5 sin x-ൻ്റെത് cos x മൈനസ് മുകളിലത്തെ ഇൻറ്റു താഴത്തേൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 0 + 7 cos x-ൻ്റെ -7 sin x എന്നാവും. ഡിവൈഡഡ് ബൈ താഴത്തുള്ളത് 3 + 7 cos x-ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്തായി? 5 cos x ഇൻറ്റു 3 + 7 cos x മൈനസ് ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. പ്ലസ് 7 sin x ഇൻറ്റു 4 + 5 sin x ഡിവൈഡഡ് ബൈ 3 + 7 cos x ഹോൾ സ്ക്വയർ. ഇത് വേണമെങ്കിൽ ഇനി എക്സ്പാൻഡ് ചെയ്യാം, അല്ല ഇവിടെ നിർത്തിയാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്താൽ എന്താ വരിക? 15 cos x പ്ലസ് 35 cos square x പ്ലസ് 28 sin x പ്ലസ് 35 sin square x ഡിവൈഡഡ് ബൈ 3 + 7 cos x ഹോൾ സ്ക്വയർ. ഈ ടേമും 35നെ പുറത്തെടുത്താൽ ആദ്യത്തെ ടേം 15 cos x, പിന്നത്തെ ഞാൻ 28 sin x എഴുതി. പിന്നെയുള്ള 2 35നെ പുറത്തെടുത്താൽ ഉള്ളിൽ എന്താ ഉണ്ടാവുക? cos square x പ്ലസ് sin square x അല്ലാണ്ട് അതിൻ്റെ വാല്യൂ 1 ആവില്ലേ? ഡിവൈഡഡ് ബൈ 3 + 7 cos x ഹോൾ സ്ക്വയർ. ആൻസർ ഫൈനൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. 15 cos x പ്ലസ് 28 sin x പ്ലസ് 35 ഡിവൈഡഡ് ബൈ 3 + 7 cos x ഹോൾ സ്ക്വയർ. റെഡി അല്ലേ? യെസ്, ഇത്രയാണ് അതിനകത്തുള്ള ഇമ്പ്രൂവ്മെൻറ്റ് 2016 ഉള്ളത്.
ഓക്കെ ആണോ? ശരിക്കും നോക്കിക്കോ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് പ്രിൻസിപ്പൾ ഓഫ് ഡെറിവേറ്റീവ്സ് ഇതിനകത്തും ചോദിച്ചിട്ടുണ്ട്. കോസെക്സിൻ്റെത്. കോസെക്സും സൈനെക്സും ആണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. റെഡി? മാർച്ച് 2016 ആദ്യം ചോദിച്ചു 12ാമത്തെ ക്വസ്റ്റിൽ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു n ബൈ n ആണ്. ചെയ്യുമ്പം n കോൺസ്റ്റൻ്റ്, അപ്പോൾ 1 ബൈ n ഒന്നും ചെയ്യേണ്ട. എക്സ് റൈസ് ടു n ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. ഫൈനൽ ആൻസർ വരിക എക്സ് റൈസ് ടു n മൈനസ് 1 ആണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. അതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. y is equal to sin x by x plus 1. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. dy by dx is equal to താഴത്തെ ഇൻറ്റു മുകളിലത്തേൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് മുകളിലത്തെ സൈൻ എക്സ് ഇൻറ്റു താഴത്തേൻ്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് പ്ലസ് 1 1 അല്ലേ? ഡിവൈഡ് ബൈ താഴത്തേൻ്റെ സ്ക്വയർ എന്താ വരിക? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. വേറെ ഒന്നും ചെയ്യേണ്ട, ഇത്രയും മതി. ഇനി വേണമെങ്കിൽ തന്നെ അതിനെ മുകളിലുള്ള മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് എഴുതാം. വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, റെഡി? ഇനി എന്താ ഉള്ളത് അതിനകത്ത് നോക്കിയേ. അടുത്ത ക്വസ്റ്റൻ എന്താ? ഇത് ഓക്കെ ആയി, 2 മാർക്കിന്. അടുത്ത യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് ഇനി ചെയ്യണ്ട കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അതിനകത്തൊരു ഓർ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ആ ഓർ ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് മൈനസ് സൈൻ എക്സ് അയച്ച് മൈനസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സും. അപ്പോൾ ആൻസർ മൈനസ് കോസ് എക്സ് ആ വരിക. അടുത്ത് ബി പാർട്ട് y is equal to a by x raised to 4 മൈനസ് b by x സ്ക്വയർ പ്ലസ് കോസ് എക്സ്. ഇങ്ങനെയാണെങ്കിൽ dy by dx ആ കണ്ടുപിടിക്കേണ്ടത്. y is equal to ഇതിനെ a x raised to മൈനസ് 4 എന്ന് എഴുതിക്കോ, b x raised to മൈനസ് 2 പ്ലസ് കോസ് എക്സ്. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. dy by dx is equal to a ഇൻറ്റു മൈനസ് 4 x raised to മൈനസ് 4 മൈനസ് 1 മൈനസ് b ഇൻറ്റു മൈനസ് 2 x raised to മൈനസ് 2 മൈനസ് 1 പ്ലസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ എന്തായി? മൈനസ് 4a എക്സ് റൈസ് ടു മൈനസ് 5നെ 1 ബൈ എക്സ് റൈസ് ടു 5 പ്ലസ് 2b ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 3നെ 1 ബൈ എക്സ് ക്യൂബ് മൈനസ് സൈൻ എക്സ്. റെഡി അല്ലേ? ഇതാണ് ആൻസർ. അടുത്ത യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പൾ ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഈ ഇയറിലൊക്കെ ഇപ്പം മാർച്ച് 2016 നിങ്ങൾക്ക് ഒരിക്കലും സൈൻ എക്സ് കോസ് എക്സ് ഫസ്റ്റ് പ്രിൻസിപ്പൾ ചെയ്യാൻ രക്ഷപ്പെടില്ല. കാരണം ഓർ ക്വസ്റ്റ്യനിലും അതേ സംഭവം തന്നെ വന്നിട്ടുണ്ട്. റെഡി അല്ലേ? എല്ലാം ഒന്ന് ചെക്ക് ചെയ്തോ കേട്ടോ. ഇത്രയാണ് അപ്പോൾ എന്തുള്ളത്? ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓക്കെ.